എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ നല്ല ആക്ടിങ് ആണ്. സത്യം പറഞ്ഞ അസൂയുണ്ട്. എനിക്ക് കഥ പറഞ്ഞു തന്നാലേ ഞാൻ ഉറങ്ങും. ഒരു കഥയില്ലാത്ത ഇവനാണോ കഥ പറഞ്ഞു തരുന്നത്? രണ്ടൊരു മുകളിൽ രണ്ടൊരു താഴ്ത്ത് ഓരോ തുടയിൽ തുടയിൽ. റോമനക്കുട്ട നിന്നോട് ആരാളാ പറഞ്ഞ ഇതിനകത്ത് വരാൻ? Welcome to yet another brand new episode of Eastern Katturumba Kurthakeda Unlimited, powered by Sumix Kidswear and Odysseia Classmates Shoes and Backpacks. It's time to invite our special person onto the show, Shweta Menon. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ സപ്പോർട്ട് വീണ്ടും 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 മുന്നോട്ട് നമ്മുടെ കൂടെ വേണം. ഇനിയും വേണം. ബിക്കോസ് കുട്ടികൾ ഭയങ്കര സ്മാർട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഓൾസോ വെരി സ്മാർട്ട്. അപ്പം നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ എലമെന്റോടെ ഇപ്പൊ പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നമ്മളുടെ ഗിഫ്റ്റ്സും ബൈസൈക്കിളൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നാളത്തെ സർപ്രൈസസ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. സോ കീപ് വാച്ചിങ് Katturumba. യെസ്, താങ്ക് യു. Welcome to Eastern Katturumba Kurthakeda Unlimited, co-powered by Sumix Kidswear and Odysseia Classmates Shoes and Backpacks. ഇനി നമ്മളൊരു ട്രെയിനിൽ യാത്ര പോവുകയാണ്. ട്രെയിനിൽ പാടാൻ പറ്റിയൊരു പാട്ടുണ്ട്. ഏതാണെന്നറിയോ? ആ നമ്പർ 20 അഴകാന മീതി വരും അളവോലെ ഓടി വരും എന്നാണീ തോണി വരും ശ്വേതക്കുട്ട. ബാക്കി പാട് വേണ്ട. അപ്പം ഈ പാട്ട്, ഈ സീന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സീനാണ്. ഐ എം ഓൾസോ വെയിറ്റിംഗ് ടു വാച്ച് ദിസ് ഡബ് സ്മാഷ്. മമ്മൂക്ക ലാലേട്ടനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു സീൻ, ഡബ് സ്മാഷ്. എന്റെ വാരിക്കുഴിയിലെ കൊലപാതകം അങ്ങേരെ കൊണ്ടൊന്ന് പഠിപ്പിക്കണം. അങ്ങേർക്ക് ആ കഥ ഇഷ്ടപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടില്ലേ അളിയ? പിന്നെ ഞാൻ ആരാ? നമ്പർ 1 തിരക്കഥാകൃത്ത് അളിയ. കൊളമാക്കി. നിന്റെ വാര്യക്കുഴിയുടെ കാര്യം പറയാൻ ഞാൻ പോകുന്നത് ശീലല്ലേ മമ്മൂട്ടി? അയ്യോ മമ്മൂട്ടി ഇത് കൊളമായത് തന്നെ. യെസ്, ഹലോ. കവിൻ, ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടാ ടോണി കുരിശിങ്കൽ, കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ഫാമിലി, വലിയ എസ്റ്റേറ്റ് പാർട്ടി. ഓ, കേട്ടിട്ടുണ്ട്. കിളത്താതെ ടോണി കുരിശിങ്കൽ. സാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ മനസ്സിൽ പോകും. ഞങ്ങള് മദ്രാസിലേക്കാണ്. ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണണം. പിന്നെ മമ്മൂട്ടി, മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ഐ എം ടോണി കുരിശിങ്കൽ. ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ നല്ല ആക്ടിങ് ആണ്. നല്ല അഭിപ്രായമാണ്. പിന്നെ സത്യം പറഞ്ഞ അസൂയുണ്ട്. കേട്ടാ, ഈ പെണ്ണുങ്ങളും മമ്മൂട്ടി എന്ന് പറയുമ്പോ ഈ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ മമ്മൂട്ടിയെ പോലെ നടക്കുക, മമ്മൂട്ടിയെ പോലെ ഇരിക്കുക എന്ന് പറയുമ്പോ എനിക്ക് അസൂയൊന്നും ഇല്ല കേട്ടാ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. എന്റെ കാര്യം ഇവൻ നമ്മുടെ ഫ്രണ്ടാണ്. ഞാൻ നേരത്തെ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവൻ നോവലിസ്റ്റ് ആണ്, ലിറ്റററി നോവലിസ്റ്റ്. എന്റെ നോവലിന്റെ പേര് വാരിക്കുഴിയിലെ കൊലപാതകം. നല്ല ഉഗ്രൻ ബോറാണ്. നിന്റെ നോവൽ ആര് സിനിമയാക്കിയില്ലെങ്കിലും ഞാൻ സിനിമയാക്കും. ഒരു മലയാള സിനിമയ്ക്ക് എത്ര രൂപയാവും? അതിപ്പോ പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് അല്ലേ? എന്നാലും 10-20 ലക്ഷം രൂപയാവും അല്ലേ? ഞാനും ഈ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, എന്റെ എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട്. ഞാനന്ന് ചെറുതായിരിക്കുമ്പോ അവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. നസീർ ഷീലയൊക്കെ ഒരു ദിവസം കൊണ്ട് വരാത്തത്. നല്ല ലൊക്കേഷനാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും.
വെടിയിറച്ചിയെ കിട്ടും. പുലിയിറച്ചി തിന്നിട്ടുണ്ടോ? എന്തോ നീ ഡേയ്, പറയുന്നത്? ഇന്ന് നമ്മളെ പോലെ മനുഷ്യനല്ലേ സാറ് അല്ലേ? എന്തോ പേപ്പർ പ്രിന്റ് ഷർട്ടാ ഇത്. എളുപ്പം ചീത്തയായി പോവും. എനിക്ക് ഇതുപോലെ 6 എണ്ണം ഉണ്ടായിരുന്നു. എന്തോന്ന് തോന്നിയില്ല. പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവനത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നീലനഭസിൻ മേഘപടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവനത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. വീണുടഞ്ഞ താഴികക്കുടം ആരുരുക്കി മാല തീർത്തുവോ? വീണുടഞ്ഞ താഴികക്കുടം ആരുരുക്കി മാല തീർത്തുവോ? തീരങ്ങളിൽ തീർത്ത മൺകൂരയിൽ തീയൂതി ഊതി ഊതി പൂന്തന്നലിൽ 1000 കൈകളോ അവണി പൈതലോ ആര് പൊന്നാലയിൽ തീർത്തു മിന്നും പതക്കങ്ങൾ. പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവനത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ട് വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. സൂപ്പർ ആൽഫി, പൊളിച്ചുടാ. ആൽഫി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചാടിയത് ഭയങ്കര ഹാപ്പി ആയിട്ട്? ആൽഫിയാണ് ജഗദീഷ് ഏട്ടൻ, പക്ഷെ നമ്മുടെ കള്ളു കുടിച്ച ലാലേട്ടൻ. അല്ല, ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ക്ലാസിക് സീൻ ആണ്. ട്രെയിൻ സിനിമ എന്ന് പറയുമ്പോ 2 പടാണ്. ഒന്ന് നമ്പർ 20 വരും, പിന്നെ മറ്റേതാണെങ്കിൽ കിലുക്കത്തിന്റെ സോങ്. ഈ 2 ട്രെയിനില് ഏറ്റവും ഏറ്റവും നല്ല ഒരു ബൈബിളാക്കിയ ഒരു സീനാണ് ശരിക്കും. മാത്രല്ല, എനിക്ക് ഈ സിനിമയിൽ ഈ സീനിൽ ഏറ്റവും ഇഷ്ടമുള്ള മമ്മൂക്കയ്ക്ക് ഒരു ഉമ്മ തന്നിട്ടെ. അത് എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ലൈക്ക് എൻ എപ്പിക് സീൻ. ബിക്കോസ് മമ്മൂക്കയുടെ ഫാൻസും ലാലേട്ടന്റെ ഫാൻസും ഒരുമിച്ച് ഇത് കാണുമ്പോ അവര് നോക്കുമ്പോ ലാലേട്ടനും മമ്മൂക്കയും ഇത്രയും ഒരുമിച്ച് അഭിനയിക്കുന്നു. ട്രൂ ആണ്. നമ്മളൊരു ആർട്ടിസ്റ്റിനെ കാണുമ്പോ ഇത് സത്യമായിട്ട് നടന്ന, ഞാൻ ഒരുപാട് ഷോസിന് പോകുമ്പോ നമ്മൾ കാണുന്ന ഒരു സീനാണ്. അവര് ഈ വലിയ വലിയ ആർട്ടിസ്റ്റിനെ കാണുമ്പോ അവര് ബിഹേവ് ചെയ്യണ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന തൊട്ടോട്ടെ, ഒന്ന് ഉമ്മ വെച്ചോട്ടെ, ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, ഒന്ന് പിടിക്കോ, ഒന്ന് ഫോട്ടോ എടുക്കട്ടെ, അതൊക്കെയല്ല. അത് ഇവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെ, നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ്സ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സ്. ഇനി അടുത്തതായി നമ്മൾ കഥ കേൾക്കാൻ പോകണം. കഥ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. രാത്രി ഉറങ്ങുമ്പോൾ കുട്ടികൾക്ക് കഥ പറഞ്ഞ് ഉറക്കുന്ന അമ്മമാരും അച്ഛന്മാരുണ്ടെങ്കിൽ ഈ കഥ ഡെഫിനറ്റ്ലി നിങ്ങൾ കേട്ടിരിക്കണം. മഹാദേവനും കോടാലിയും ഒക്കെ ആയിട്ടുള്ള ഒരു കഥയാണ്. സോ ഒരു സ്കിറ്റാണ് വരാൻ പോകുന്നത്. കഥയൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ വാവയ്ക്ക്? പിന്നെ ഇന്ന് രാത്രി ഈ കഥ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഒരു അടിപൊളി സ്കിറ്റ് കണ്ടിട്ട് തിരിച്ചു വരാം. മണ്ണും കല്ലും മാറി തിന്നും കള്ളക്കണ്ണമായ കണ്ണ, പശുക്കളെ കാക്കും കാക്കക്കാറുമ്പ, എന്നും കുന്നും നീ എന്നുള്ളിൽ വെണ്ണ കള്ളൻ ഉണ്ണിക്കണ്ണൻ, കടമ്പുമേലേറി ചാടും കുറുമ്പൻ, മടിയൻ ഒരു പിടിയറിയിൽ കൊതിയൻ, തരുണികൾ നടുവിൽ നടനമാടും ശിങ്കാരക്കുഴമ്പൻ. കണ്ണാ കണ്ണാ, എന്റെ പൊന്നു മോനല്ലേ, ഇത് കഴിക്ക്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എടാ, നീ വാർത്തയൊക്കെ ഉണ്ട്, കഴിക്ക്. എനിക്ക് വേണ്ട, എനിക്ക് ചോക്ലേറ്റ് മതി. അയ്യോ, ചോക്ലേറ്റ് കഴിക്കരുത്. ചോക്ലേറ്റ് കഴിച്ചാ പല്ല് പുഴു തിന്നും. മോനെ, നിന്നോടാ ഞാൻ ഈ പറയുന്നത്. ഈ ചോറ് കഴിക്കാൻ അച്ഛൻ ഇനി വന്നാ ഇപ്പൊ നിനക്ക് കടി കിട്ടും. ഞാൻ കഴിക്കാം. എനിക്കൊരു കുണ്ടർ ജോയിനെ വാങ്ങിച്ചു തരാമോ? അയ്യോ, അത് കുണ്ടർ ജോയ് അല്ല, കിൻഡർ ജോയ്. നിന്നോടാ പറയുന്ന ഈ ചോറ് കഴിക്കാൻ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം
വാസുദേവം ഹരിം എന്താ ഇവിടുത്തെ ബഹളം? കണ്ടോ അമ്മേ, ഇവൻ ചോറ് കഴിക്കുന്നില്ല. ഇവന് ബഹളം കേട്ടാ തോന്നുമല്ലോ ഇവന് കഴിക്കാൻ കൊടുക്കുന്നത് വിഷമാണെന്ന്. എന്തെങ്കിലും കഴിക്കടാ. അമ്മൂമ്മച്ച് വാരി തരട്ടെ പൊന്നുമോന്. അന്നാ അമ്മ ഈ ചോറ് കൊടുക്ക്. എനിക്ക് അടുക്കള 100 വട്ടം പണിയുള്ളതാ. രാത്രി 10 മണിയായി. ഇവന്റെ അച്ഛൻ ഇപ്പൊ എത്തും. കുരുന്നു ചുണ്ടിലോ നിറഞ്ഞ പുഞ്ചിരി, വയമ്പു നാവിലോ നുറുങ്ങു കൊഞ്ചലും, നുറുങ്ങു കൊഞ്ചലിൽ വളർന്ന മോഹവും നിറം മറഞ്ഞതിൽ പടർന്ന സ്വപ്നവും. കണ്ണുമോനെ ചകുടി ചകുടി വാവി ചോറൊന്ന് തിന്ന്. എനിക്ക് ചോറ് വേണ്ടേ? എന്റെ പൊന്നു മോനല്ലേ, ഈ ചോറൊന്ന് തിന്ന്. വേണ്ട. വേണ്ടല്ലോ? വേണ്ട. എന്നാ ഈ വറുത്ത് ഞാൻ എടുത്തോട്ടെ. മോനെ, കണ്ണമ്മോനെ, ചാച്ചൻ എത്തി. ആനന്ദത്തേനിമ്പത്തേരിൽ ഞാനീ മാനത്തൂടങ്ങിങ്ങൊന്നോടിക്കോട്ടെ, മാനത്തെങ്ങോ പോയി പാത്തു നിൽക്കും മാലാഖപ്പൂമുത്തെ ചോദിച്ചോട്ടെ, പൂങ്കവിഴ്ക്കിളുന്നിൽ നീ പണ്ടു തേച്ച ചാന്തിനാൽ എന്നുണ്ണിക്കൻ ചൊല്ലും കണ്ണും പെട്ടുണ്ടാകും ദോഷം മാറുമോ? പിടിച്ചോ. അയ്യോ എന്റെ അമ്മ, പാല് തരുന്ന കൈക്ക് തന്നെ നീ കൊത്തുപോടാ. മോനെ, നീ എന്നാണ് കാണിച്ചത്? അച്ഛനെ ചവിട്ടുന്നോ? നല്ല കുട്ടികളൊന്നും അങ്ങനെ ചെയ്യത്തില്ല. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറങ്ങണ്ടോ? മോനെ, കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നില്ല. അച്ഛൻ പാട്ടുപാടി ഉറക്കാടാ. അയ്യോ, നിങ്ങൾ പാടില്ലേ? ഈ പഞ്ചായത്തിൽ നിങ്ങളോട് വിരോധമില്ലാത്ത ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ യേശുദാസിനെ പോലെ പാടിയതല്ലേടി? കഴിഞ്ഞ വർഷം തന്നെയല്ലേ നിങ്ങൾ ഉസൈൻ ബോൾട്ടിനെ പോലെ ഓടിയത്? മോനെ, കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് കഥ പറഞ്ഞു തന്നാലേ ഞാൻ ഉറങ്ങൂ. ഒരു കഥയില്ലാത്ത ഇവനാണോ കഥ പറഞ്ഞു തരുന്നത്? നാരായണ നാരായണ. അമ്മ എന്നെ പഴയ ലൈൻ്റെ പേര് പറഞ്ഞ് കളിക്കുവാണോ? കൊടാ കുറ്റം കെട്ടവനെ, ഞാൻ ഭഗവാൻ നാരായണന്റെ കാര്യമോ പറഞ്ഞത്. ഭഗവാൻ നാരായണ, ഭഗവാൻ നാരായണ. അച്ഛ കഥ പറഞ്ഞു താ അച്ഛ. എടി, നീ കഥ പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്ക്. എന്റെ കഥ കഴിഞ്ഞത് തന്നെ. വേണേ കിടക്കാം, ബാ, ചാച്ചൻ കഥ പറഞ്ഞു തരാം. ചാച്ച കഥ പറ. പണ്ട് ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ കഥ ഞാൻ കുറെ കേട്ടതാ. വേറെ കഥ പറഞ്ഞതാ. എന്നാ പണ്ടല്ല, ഇപ്പോൾ ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ രാജാവ് മന്ത്രിയില്ലേ? വേറെ കഥ പറ അച്ഛാ. എന്നാൽ അച്ഛൻ ഒരു കഥ പറയാം. ദേവിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ കോടാലി കിട്ടിയ മഹാദേവന്റെ കഥ പറയാം. എങ്കിൽ ആക്രി പറ അച്ഛാ. ആക്രി അച്ഛനല്ല, ആ കഥ പറയൂ അച്ഛാമ്മ. പണ്ട് ഒരു നാട്ടിൽ ഒരു വിറകുവെട്ടുകാരൻ ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് മഹാദേവൻ. ഒരു ദിവസം വിറക് വെട്ടാൻ അവൻ കാട്ടിൽ പോയി. കാട്ടിൽ ഒരു പുഴയുടെ വക്കിൽ നിന്ന് മരം വെട്ടുമ്പോൾ മഹാദേവന്റെ കോടാലി തെറിച്ചു വെള്ളത്തിൽ പോയി. എന്നിട്ട് മഹാദേവൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. മഹാദേവന്റെ പ്രാർത്ഥന കേട്ട് പുഴയിൽ നിന്നും ജലദേവത പൊങ്ങി വന്നു. ദേവത മഹാദേവനോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ദേവി, എന്റെ കോടാലി തെറിച്ച് വെള്ളത്തിൽ പോയി. ഞാൻ ഇനി എന്തുകൊണ്ട് മരം വെട്ടും? മഹാദേവന്റെ വാക്ക് കേട്ട ദേവി വെള്ളത്തിൽ മുങ്ങിയിട്ട് ഒരു വെള്ളി കോടാലിയായിട്ട് പൊങ്ങി വന്നു. എന്നിട്ട് മഹാദേവനോട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? സത്യസന്ധനായ മഹാദേവൻ ദേവിയോട് പറഞ്ഞു, ഇതല്ല എന്റെ കോടാലി. ദേവി ഉടനെ ഒരു സ്വർണ്ണ കോടാലി കാണിച്ചിട്ട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? ഇതല്ല എന്റെ കോടാലി. ഉടനെ ദേവി മഹാദേവന്റെ യഥാർത്ഥ കോടാലി കാണിച്ചിട്ട്, ഇതാണോ നിന്റെ കോടാലിയും ചോദിച്ചു. മഹാദേവൻ പറഞ്ഞു, അതേ ദേവി, ഇതാണ് എന്റെ കോടാലി. എന്നിട്ട് മഹാദേവന്റെ സത്യസന്ധതയ്ക്ക് ദേവി ആ സ്വർണ്ണ കോടാലിയും മഹാദേവന് നൽകി. എന്നിട്ടൊന്നുമില്ല, അത് കഴിഞ്ഞു. ഇനി പറ മോനെ, കഥ അത്രേ ഉള്ളൂ, അത് കഴിഞ്ഞു. ആ സ്വർണ്ണ കോടാലി കൊണ്ട് മഹാദേവൻ എവിടെ പോയച്ചാ? ബാക്കി പറ മോനെ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. പറ നിനക്ക് നിർബന്ധമാണെങ്കിൽ ബാക്കി ഞാൻ പറയാം. ഇവിടെ ആരുമില്ലെന്ന്. മാധവ, ഇറങ്ങി വേണം. എന്താ സാറുമാരെ, എന്ത് വേണം? എവിടെയാണ് നിന്റെ ഭർത്താവ് മാധവൻ? ഇറക്കി വിടേ അവനെ ഇങ്ങോട്ട്. എന്താ സാറുമാരെ, എന്താ പ്രശ്നം? നിന്റെ കെട്ടിയവൻ അനധികൃതമായി സ്വർണം കൈവശം വെച്ചിട്ടുണ്ടെന്ന് പരാതി കിട്ടി. എവിടെ അവൻ? ഇറക്കി വിടേ അവന്. എന്താ സാറേ, എന്താ പ്രശ്നം? എന്താണെന്ന് നിനക്ക് അറിയില്ലടാ. സ്വർണ്ണ കോടാലി മോഷ്ടിച്ചിട്ട് ഒന്നും അറിയാത്തവരെ പോലെ നിന്ന് സംസാരിക്കുന്നോടാ. എവിടെടാ കോടാലി? എന്റെ പൊന്നു സാറുമാരെ, ഞാൻ അത് മോഷ്ടിച്ചതല്ല. ജലദേവത എനിക്ക് തന്നതാ. ആര് തന്നാ പറഞ്ഞേ? ജലദേവത. സാറേ, പറഞ്ഞത് കേട്ടില്ലയോ?
ജലദേവതയെന്ന്. ജലദേവതയെന്നു? അയ്യോ, ജലദേവത കള്ളം പറയുന്നോടാ റാസ്കൽ. ദേവത പോലും ദേവത. സത്യമാ സാറേ, സത്യമാ. ദേവത തന്നെയായി കോടാലി. കള്ളം പറയുന്നോടി. നിന്നെ ഞാനിന്ന് ശരിപ്പെടുത്തു. അയ്യോ, എന്നെ അടിക്കരുതേ. അയ്യോ, എന്നെ അടിക്കരുതേ. അവിടെ അടിക്കരുത് സാറേ, സത്യം ഞാൻ പറയാം. എങ്കിലിങ്ങ് മാറാം. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ കോടാലി? ആ കാണുന്ന പുഴയിൽ നിന്നാണ് ദേവി എനിക്ക് സ്വർണ്ണ കോടാലി തന്നത്. എങ്കിൽ വാടാ, നമുക്ക് അങ്ങോട്ട് പോവാം. ദേവി കണ്ണെന്ന് പറയുന്നു. ആ ദേവി എങ്ങനെ ഇരിക്കും? ഞാൻ കാണുമ്പോ ദേവി നിൽക്കുകയായിരുന്നു. എടാ, ദേവിയുടെ രൂപമാ ചോദിച്ചത്. ആ, ഞാൻ പറയാം. എടാ PC, ഇവൻ ദേവിയുടെ രൂപം പറയും, ഞാനത് വരയ്ക്കണം. ആ, പറയടാ. നനഞ്ഞ ദേവി. നനഞ്ഞ ദേവി എന്നോ? പിന്നെ പുഴയിൽ നിന്ന് പൊങ്ങി വന്ന ദേവി നനഞ്ഞല്ലാതെ ഉണങ്ങിയിരിക്കോ? അടുത്തത് പറ. വാട്ടം മുഖം. അത്രയും നേരം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന ദേവിയല്ലയോ? ചിലപ്പോ മുഖമൊക്കെ വാടിയായിരിക്കും ഇരിക്കുന്നത്. വാടിയ മുഖമെന്നല്ല, വട്ട മുഖം എന്നാ പറഞ്ഞത്. കയ്യിലോ? കയ്യിൽ ഞണ്ട്. ഞണ്ടോ? അല്ല, ദണ്ട്. ദിവ്യ ദണ്ട്. നീണ്ട മുടി, പിന്നെ കിരീടം. ആ, ഓക്കെ, മതി മതി. ഏകദേശം രൂപമായി. ആ, നോക്കട്ടെ PC, ആ ചിത്രം ഒന്ന് കാണിച്ചേ. അതെ, ഇതാ. ഓ, കൊള്ളാം. കിരീടം വെച്ച മാനത്താങ്കണ്ണി. എടോ PC, താൻ ഏത് കോളേജിലാ ചിത്രം വരയ്ക്കാൻ പഠിച്ചത്? രവിവർമ്മ കോളേജിൽ പഠിച്ചു. രവിവർമ്മ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നീ അവിടെ പഠിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. ജലദേവത വരയ്ക്കാൻ പറഞ്ഞിട്ട് ജലപിശാചിനെ വരച്ചു വെച്ചേക്കുന്നു. സൂസമേ, തെളിവില്ലാത്ത കാരണം ഈ കേസ് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? സാർ, നമുക്ക് ഈ കേസ് ഒന്ന് മാറ്റി പിടിച്ചാലോ? അങ്ങനെ? ഇവൻ കാട്ടിൽ മരം വെട്ടാൻ വന്നതല്ലേ? കാട്ടിക്കേറി മരം വെട്ടി എന്ന് പറഞ്ഞ് ഇവന്റെ പേരിൽ കേസെടുത്താലോ? സൂസമ്മ, നീ അപാരം തന്നെ. ഓ ദൈവമേ, കഥ കേട്ട അവൻ അങ്ങ് ഉറങ്ങി. ഇവൻ ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ കഥയുടെ ക്ലൈമാക്സ് ഞാൻ എവിടുന്ന് കൊണ്ടുവന്നേനെ? അച്ഛാ, മാധവിന് ജാമ്യം കിട്ടുമോ അച്ഛാ? മാധവിന് ജാമ്യമില്ല, അവനെ തൂക്കി കൊന്നു. സൂപ്പർ, അടിപൊളി പെർഫോമൻസ്, സൂപ്പർ പെർഫോമൻസ്. ഐ എം സോ പ്രൗഡ്. ബിക്കോസ് കട്ട്റൂമിന്റെ വേദികളിൽ ഇത്രയും നല്ല കുട്ടികളോ, എന്ത് അനുസരണമുള്ള കുട്ടികളാണ്. പണ്ടൊക്കെ ഇവിടെ ഞാൻ വരുമ്പോ എല്ലാരും ഇവിടെ ഒരുമിച്ച് ഇവിടെ നിൽക്കും. ഇപ്പൊ എല്ലാരും എന്താ ലൈനായിട്ട് സൂപ്പറായിട്ട്, ശ്രീഹരി ഒഴിച്ച് ബാക്കി എല്ലാരും. പക്ഷെ ശ്രീഹരിനെ നമുക്ക് വെറുതെ വിടാം. അവൻ 4 വയസ്സേ ഉള്ളൂ, കുഞ്ഞു ആവയല്ലേ. അല്ല, അത് മാത്രല്ല, ശ്രീഹരി അല്ലേ നമ്മുടെ ശ്രീഹരി അല്ലേ, നമ്മുടെ കുഞ്ഞാവല്ലേ. ശ്രീഹരി വാവ പാലൊക്കെയാണോ കുടിച്ചത്? ഇന്ന് എന്തൊക്കെ കുടിച്ചു? പാല് വേണ്ട, എനിക്ക് ഐസ്ക്രീം ഇഷ്ടം. ഐസ്ക്രീമാണോ ഇഷ്ടം? അവന് പാല് വേണ്ട, ഐസ്ക്രീം മതി. ഓക്കെ. അപ്പൊ പെർഫോമൻസിനെ കുറിച്ച് നന്നായിരുന്നു. നിവേദിത അമ്മയായിട്ട് നന്നായിട്ട് അഭിനയിച്ചു. നല്ല മോന് ശ്രീഹരി. നല്ല ക്യൂട്ടായിരുന്നു, നല്ല മെസ്സേജ് ആയിരുന്നു. ഗോഡ് ബ്ലെസ്. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ്സ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സ്. ഇനി അടുത്തത് ഒരു ഡബ് സ്മാഷ് ആണ്, അണ്ണൻ തമ്പി എന്ന് പറയുന്ന സിനിമ. അതായത് മമ്മൂക്ക ഡബിൾ റോളിൽ വന്ന്, എനിക്ക് ആക്ച്വലി ഞാൻ ആലോചിക്കുകയാണ് ആരാണ് ആ ഡബിൾ റോളിൽ ആരൊക്കെയാണ് അഭിനയിക്കാൻ പോകുന്ന മമ്മൂക്കയായിട്ട്. അത് 2 മമ്മൂക്കയുണ്ട് ഈ ഒരു സ്കിറ്റിൽ. അപ്പം നമുക്ക് കണ്ടു കളയാം. സ്കിറ്റ് അല്ല, ഡബ് സ്മാഷ് ആണ് അണ്ണൻ തമ്പി. രണ്ടിന് മുകളിൽ, രണ്ടിന് താഴ്ത്ത്, ഓരോ തുടയിൽ. തുടയിൽ. മൈ ഡിയർ റോമനക്കുട്ട, 5ാമത്തെ അടി ദുര്യോധന്റെ തുടയിൽ അടിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിൽ ചീത്ത കേൾപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സാർ, ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ? എന്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല. പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചിരുത്തിടിച്ച് കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ഉണ്ടല്ല, പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാടി. മുളകരച്ച് വെച്ച മതി, കോടമ്പള്ളി പറഞ്ഞേ. പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞേ വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചേരും. ഇന്നൊക്കെ ധൈര്യത്തുള്ളതാ.
അങ്ങനെ അടി ഇങ്ങോട്ട് ശ്യാമള, നിന്റെ കഥാപാത്രത്തെ പേരെന്താ? എന്താ പറഞ്ഞ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തണം. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? അല്ല, കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ. ആശാനെ, ഞാൻ എസ് ഐ ആണ്, നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല. എസ് ഐ എം പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്നത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ. അധികം ചിരിക്കണ്ട, വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്കും തുണി പിടിച്ചെടുക്കും. സൂപ്പർ. നാടകം തുടങ്ങട്ടെ. അണ്ണൻ തമ്പി എന്ന സിനിമയിലെ ഒരു അടിപൊളി ഡബ് സ്മാഷ് ആണ് നമ്മൾ കണ്ടത്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഓരോരുത്തരും നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ഞാനും ശ്വേത ചേച്ചി നിങ്ങളുടെ പെർഫോമൻസ് കണ്ട് ഞെട്ടിപ്പോയി. സലീമേട്ടനാണ് തകർത്തു. താങ്ക് യു. താങ്ക് യു. ജനാർദ്ദൻ അങ്കിൾ നമസ്കാരം. അങ്കിളൊക്കെ വേദിക്ക് പുറത്ത്, ഇവിടെ ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് ഒന്നാണെന്നൊക്കെ. പിന്നെ നമ്മുടെ കോൺസ്റ്റബിൾ, നമ്മളുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അത് ട്രാൻസ്ഫർ കിട്ടി വന്നപ്പോ ആ ഒരു കോൺസ്റ്റബിൾ. പിന്നെ എല്ലാരും നന്നായിരുന്നു. അഭിനവ് നന്നായിരുന്നു. നമ്മുടെ ലേഡീസും നന്നായി പെർഫോം ചെയ്തു. നമ്മുടെ ലേഡീസും നന്നായിരുന്നു. പിന്നെ വെള്ളം കൊടുക്കാൻ വന്ന സേറ നന്നായിട്ട് വെള്ളം കൊടുത്തു. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സിൽ ഇനി അടുത്തതായിട്ട് വൺസ് അഗൈൻ ഒരു ഡബ് സ്മാഷ് ആണ് വരാൻ പോകുന്നത്. സോ നമുക്ക് എൻജോയ് ചെയ്യാം. ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിനറിയാമോ? ഞാൻ ആദ്യമായി അമ്മുവിനൊരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കണ്ടേ അമ്മു? എന്താ അത് ആഘോഷിക്കുമ്പോഴും തല്ലു കൊള്ളണമെന്നുണ്ടോ? അന്ന് എന്നെ തല്ലി എന്ന് കരുതി ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാവില്ല. ആ അത് ശരിയാ. ഇനി തല്ലുകൊണ്ട ഇയാള് ചത്തു പോകുന്ന അവർക്കറിയാം. അമ്മു ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. ആളു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയും. അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും. കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കില് ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല്. അമ്മു, ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ. യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ. എന്നെ അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട. ദേ അവര് പോയിരിക്കുന്നതേ എനിക്ക് കല്യാണം ആലോചിക്കാനാ. ആ കല്യാണം നടക്കത്തില്ല. അല്ല, അത് ചൊവ്വാദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട. ഒരു ചൊവ്വാദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഈ ചുവന്ന ഷർട്ടിനകത്തുണ്ട്. ഓർത്തോളൂ. പോയ കാര്യം എന്തായി? ഈ കല്യാണം ആരോ മുടക്കി. മുടക്കിയോ? ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. കണ്ടോ? എന്ത്? ആരെ കാണാനാ പോയത്? ഓ, അതോ കണ്ടു. ആളെങ്ങനെയുണ്ട്? കൊള്ളാം. കണ്ടാ തന്നെ പോലെ ഇരിക്കോ? ഏതാണ്ട്. തന്റെ ഉയരമുണ്ടോ? അല്പം കുറവാ. തന്റെ നിറമുണ്ടോ? അതും അല്പം കുറവാ. പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കും പറഞ്ഞത്? എന്താണ് ഇവിടെ? ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും. അയ്യേ, എന്നാ എനിക്കെങ്ങും വേണ്ട. എന്താണ് തെണ്ടി നീ എന്നെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്? ദേഹത്തോട്ടാണ്ടല്ലോ ഇടിച്ച് ഇഞ്ച പരുവൊക്കെ ഞാൻ. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ,
നിന്റെ ഇവിടുത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടാ. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്കെ പറയടാ. ഉറക്കെ പറഞ്ഞ എന്താ? വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരെ ഞാൻ കിട്ടും. അതെ, എന്റെ സൗകര്യ. നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ. എന്റെ ദൈവങ്ങളാണ് അവര്. നിനക്കറിയോ, എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല, അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോട് ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല. എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇറങ്ങി പൊളപ്പില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. വിളിച്ചേട്ടാ, ചതിച്ചു. താ നോക്ക്, നമ്മൾ പറഞ്ഞേക്ക് അവര് ടേപ്പ് ചെയ്തെടുത്തു. അയ്യോ, വാ, എല്ലാം പിടിച്ചോ. കംപ്ലൈന്റ് പിടിച്ചിട്ടുണ്ട്. നിന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. വല്യമ്മാവാ. എന്താടാ നിന്നോട് ആരാടാ പറഞ്ഞ ഇതിനകത്ത് വരാൻ? ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ ഓടി വന്നത്. ഓൺ ചെയ്യടാ. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ, കേൾപ്പിച്ചു കൊറടാ. എന്താണോ പട്ടിയത്? ചെകുത്താൻ കയറി വിടണം. ഒന്നും അടിക്കരുത്, അടിക്കരുത്. മാറിപ്പോയി, മാറിപ്പോയതാ. പോവേടിയടാ. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടതെന്ന്. അടിച്ചാലും തിരിച്ചടിക്കോടാ. അയ്യോ, ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്. ഇതല്ല. എടാ, ഒന്ന് ശരിയാക്കടാ. ഇത് കേട്ട് നോക്കണം. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാവുന്ന കാര്യങ്ങളാ. കേൾക്കണം. അവന്റെ അമ്മമ്മയുടെ ഒരു പാട്ടുപട്ടി. രക്ഷപ്പെട്ടു. ദൈവം രക്ഷിച്ചു. 1500 രൂപ ടാപ്പർക്കാരാ അയാൾ ചവിട്ടി പൊളിച്ചത്. എവിടെ നിന്ന് കിട്ടിയടാ പുല്ലേ ഈ പണ്ടാരം? മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗ് വരുന്നത്. ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. റെക്കോർഡിംഗ് ബട്ടൺ വർക്ക് ചെയ്യാത്ത റെക്കോർഡർ വെച്ചിട്ടാണ് അവൻ റെക്കോർഡ് ചെയ്യാൻ പോയത്. എന്താണ് ഇങ്ങനെ? ഓർത്തില്ല. ഇതൊക്കെ നീ നേരത്തെ ഓർക്കണ്ടേ? പിന്നെ അനിയൻ ബാവ, ചേട്ടൻ ബാവ, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്. ഞാൻ നിങ്ങളുടെ അനിയൻ ബാവയുടെയും ചേട്ടൻ ബാവയുടെയും. താങ്ക് യു. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ്സ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സ്. ഈ ഒരു ഫാമിലിയിൽ എല്ലാ കട്ടുറുമ്പുകളും വന്ന പോലെയല്ല. ഇപ്പോൾ എല്ലാവരും ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ പോലെയാണ്. അപ്പോൾ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ ആ പേരായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പേരുണ്ട്. ഒരു കുഞ്ഞാറ്റ ആണ് ഇനി അടുത്ത പെർഫോമൻസിൽ വരാൻ പോകുന്നത്. കുഞ്ഞാറ്റയുടെ പ്രൊഫൈൽ കാണാം. കുഞ്ഞാറ്റ കട്ടുറുമ്പിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല റെസ്പോൺസാണ്. അവിടുത്തെ ട്രെയിനിങ് കൊണ്ടും വളരെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് ഫ്ലവേഴ്സിൻ്റെ എൻ്റെ പ്രത്യേക നന്ദിയുണ്ട്. കട്ടുറുമ്പി വന്നതിന് ശേഷം ഞങ്ങൾ എവിടെ പോയാലും അവളെ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. കുഞ്ഞാറ്റയല്ലേ കട്ടുറുമ്പിലെ കുഞ്ഞാറ്റയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ പോകുമ്പോഴത്തേക്ക് ചോദിക്കും, കുഞ്ഞാറ്റയുടെ അമ്മയല്ലേ. ഇതിനു മുമ്പ് എന്നെ ആർക്കും അറിയില്ലായിരുന്നു. തസ്ലീമ ഈ സ്കൂളിൽ 2ാം ക്ലാസ് കഴിഞ്ഞു. ഇനി 3ാം ക്ലാസ്സിലേക്ക് കയറി. പഠനത്തോടൊപ്പം കലയിലും അവൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ കട്ടുറുമ്പ് ഫാമിലിയിലെ ഒരു പൂമ്പാറ്റയാണ് നമ്മുടെ കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയുടെ ഒരു അടിപൊളി പെർഫോമൻസ് കാണാം. राम चाहे लीला चाहे राम, इन दोनों के लव में दुनिया का क्या काम. ओ राम
राम चाहे लीला चाहे राम, इन दोनों के लव में दुनिया का क्या काम। इनका तो फंडा है सिंपल सा यार, गोली मारो तो पंगा, आंख मारो तो प्यार। राम चाहे लीला चाहे राम, इन दोनों के लव में दुनिया का क्या काम। रख पॉकेट में घोड़ा, दे घोड़े को लगा, रख पॉकेट में घोड़ा, दे घोड़े को लगा। राम चाहे लीला चाहे राम, राम चाहे लीला चाहे राम, इन दोनों के लव में दुनिया का क्या काम। Yeah, me brother Sanjar, we go just Kanika Kapoor and Sunny Leone. चढ़ी है धूम धूम, बेखुदी है धूम धूम, इसमें गुम हो जा। धूम धूम खरबली है धूम धूम, हर गली है धूम धूम, इसमें तू खो जा। धूम नशा है, धूम जुनून है, धूम है हलचल, धूम सुकून है, आज तू सब कुछ भुला के झूम मचा ले। Dance, dance. Music. What was that? Music, Music, please. Music, please. കുഞ്ഞാറ്റന്റെ അച്ഛൻ തകർത്തു കേട്ടോ, സമ്മതിക്കണം. ശരിക്കും കുഞ്ഞാറ്റയുടെ ഫാദർ സൂപ്പർ പെർഫോമൻസ്. അല്ല മുഴുവൻ ഒന്ന് വിസിലടിച്ചേ കുഞ്ഞാറ്റയുടെ ഫാദറിന് വേണ്ടി.
പക്ഷെ അമ്മയും കുറച്ചിങ്ങനെ വാമപ്പ് ആയി വരിക. അമ്മ അടുത്ത എപ്പിസോഡിൽ ഭയങ്കര ഡാൻസ് ആയിരിക്കും. ബിക്കോസ് ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഷീ ഓൾസോ ഡാൻസ്. യെസ്. പക്ഷെ കുഞ്ഞാറ്റ നിർത്താണ്ട് ഡാൻസ് ചെയ്തോണ്ടിരുന്നു. സൂപ്പർ ആയിരുന്നു. അടിപൊളി പെർഫോമൻസ്. അമ്മ ഡാൻസ് ചെയ്തില്ലെങ്കിലും പാട്ട് പാടാൻ ഭയങ്കര നല്ല കഴിവാണ്. ബിക്കോസ് കുഞ്ഞാറ്റയ്ക്ക് പാട്ട് പാടാൻ അറിയാൻ ഡാൻസ് കിട്ടിയത് അച്ഛന്റെ കയ്യിൽ നിന്ന്, പാട്ട് കിട്ടിയത് അമ്മയുടെ കയ്യിൽ നിന്നാണ് കുഞ്ഞാറ്റയ്ക്ക്. അതെ. സോ അമ്മ ഇനി ഒരു പാട്ട് പാടും, അച്ഛൻ ഏറ്റു പാടും. ഓക്കെ, അപ്പോ പ്ലീസ്. യെസ്, ഒരു 2 വരി. വെറുതെ നിൽക്കാം. കസ്തൂരി എന്റെ കസ്തൂരി അഴകൻ സിംഗാരി കളിയാടാം മച്ചാനെ എന്റെ മച്ചാനെ നിന്റെ ഭാരത്ത് വളരാൻ മോഹം നീ തൊട്ടു തൊട്ടു കസ്തൂരി എന്റെ കസ്തൂരി അഴകൻ സിംഗാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ പിടിമാറത്ത് വളരാൻ മോഹം. കുഞ്ഞാറ്റ വന്ന സമയത്തുള്ള കുഞ്ഞാറ്റ നമുക്ക് ഓർമ്മയുണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വന്ന ഒരു കുഞ്ഞാറ്റയും ഇന്നത്തെ കുഞ്ഞാറ്റയിൽ എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് ഒരു അച്ഛനും അമ്മയെന്ന നിലയിൽ? അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. ഇല്ല അല്ലേ? ആ, പഠിത്തത്തിലും എല്ലാം സ്കൂളിൽ പോവാനും. സ്കൂളിൽ അവള് പഠിക്കുകയൊക്കെ ചെയ്യും. ഈ ഫ്ലോറിൽ വന്നതിന് ശേഷം ഇപ്പൊ കുഞ്ഞാറ്റ അറിയപ്പെടുന്നത് കട്ടറുമിലെ കുഞ്ഞാറ്റയാണ്. ഓഹോ, കുറച്ചും കൂടി. അപ്പൊ എവിടെ ചെന്നാലും കുഞ്ഞാറ്റ അറിയും, കുഞ്ഞാറ്റ പെർഫോമൻസ് പറയും. അപ്പം ഇവിടെ വരാൻ തന്നെ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. ഞാൻ കാര്യം പറയട്ടെ, കുഞ്ഞാറ്റയുടെ കുറെ പെർഫോമൻസസ് നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞാറ്റ എന്ന് പറയുമ്പോ ഫസ്റ്റ് ചിലപ്പോ ഓർമ്മ വരുന്നത് ഈ പഴം തിന്നുകൊണ്ട് മരണ വീട്ടിലെ ഭാര്യ. അത് എല്ലാരും പറയുന്നുണ്ടല്ലോ ആ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോ അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് പറഞ്ഞ ഒരു മെസ്സേജ് ആയിരുന്നു. പിന്നെ മമ്മി വനജ റിയലി ഗുഡ്. പിന്നെ എന്തായിരുന്നു കുഞ്ഞാറ്റ? പിന്നെ ശ്വേതാ മേനൻ. പിന്നെ ഷീ പ്ലേഡ് ശ്വേതാ മേനൻ. പിന്നെ പല പല ഡബ് സ്മാഷുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് റീക്യാപ്പ് ആയിട്ട് നമുക്ക് നോക്കാം പ്ലീസ്. കുഞ്ഞാറ്റ I'm Margaret Annie Rotary. വനജ മമ്മി വനജ നീ പോവോ ദിനേശ. ഞാൻ അല്ലെങ്കിൽ സോ എന്തായാലും ഈ ജേർണിയിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക സന്തോഷമേ ഉള്ളൂ. കുഞ്ഞാറ്റ ഒരു നല്ല മെച്ചോർഡ് പെർഫോമറാണ്. കുഞ്ഞാറ്റേന്റെ ഈ ഒരു ഇതിന് നമ്മളുടെ ഈസ്റ്റേൺ ഒരു ചെറിയ ഗിഫ്റ്റ് വേണ്ടേ? ഒരു ചിന്ന ഗിഫ്റ്റ്. അപ്പൊ നമ്മളുടെ ഈസ്റ്റേൺ നൽകുന്ന ഒരു ചെറിയ ഒരു സ്നേഹോപകാരമാണ് നമ്മുടെ കട്ടുറുമ്പുകൾക്ക് വേണ്ടി. സോ ലെറ്റ് ദ ഗിഫ്റ്റ് കം. വാവ്, ഈസ്റ്റേൺ സ്പോൺസർഡ് സൈക്കിൾ ഫോർ കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടമുള്ള കളറാണോ? ഗ്രീൻ ആണ്. ഓക്കെ, ആ സൈക്കിളിന്റെ കൂടെ ആശിഷ് ഫ്രീ. 1 2 3 ചവിട്ടിക്കോ. യെസ്, ഐലസ. So Eastern Katrumba Kurtakeda Unlimited, co-powered by Sumix Kidswear and Odisha. Classmates, shoes and backpacks. In ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പം കുഞ്ഞാറ്റ വീട്ടിലേക്ക് പോകാൻ പോകുന്നു. ആശിഷിന് ഫ്രീ ആയിട്ട് കിട്ടി ഒരു സൈക്കിളും ഈസ്റ്റേൺ നൽകിയിട്ടുണ്ട്. സോ എല്ലാവരും ഹാപ്പിയാണ്. സോ ഗുഡ് നൈറ്റ്, ബൈ. സമ്മതിക്കും. ഗുഡ് നൈറ്റ്.